ഇന്ന് നമുക്ക് ഉമ്മയുടെയും ഉമ്മയെ വളരെ അധികം സ്നേഹിച്ച ഒരു മകന്റെയും കഥ പറഞ്ഞാലോ? ഉമ്മയെ വളരെയധികം സ്നേഹിച്ച ഒരു മകനായിരുന്നു യഹ്യ ഇബ്നു ഷറഫ്. ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു. മകൻ വെള്ളം കൊണ്ടുവന്നു നോക്കുമ്പോൾ പാവം ഉമ്മ അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ മകൻ ഉമ്മയുടെ അരികിൽ തന്നെ നിന്നു. നേരം വൈകിയ ശേഷമാണ് ഉമ്മ ഉണർന്നത്. ഉമ്മ ഉണർന്ന ഉടനെ മകനോട് ചോദിച്ചു, മോനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? മകൻ പറഞ്ഞു, അതേ, ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാം എന്ന് കരുതി നിന്നതാണ്. അപ്പോൾ ഉമ്മ രണ്ട് കൈയും ഉയർത്തി ദുആ ചെയ്തു. എന്റെ റബ്ബേ, എന്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ. ഈ കുട്ടിയാണ് ലോകപ്രസിദ്ധനായ ഇമാം നവവി റഹിമഹുള്ള. കൂട്ടുകാരെ, നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഉമ്മയെ നന്നായി സ്നേഹിക്കണം, വളരെയേറെ ബഹുമാനിക്കുകയും വേണം. ഉമ്മ പറയുന്നത് എല്ലാം അനുസരിക്കണം. എങ്കിൽ നാം ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കും. നമ്മുടെ ഉമ്മയെ അനുസരിക്കുന്ന നല്ല കുട്ടികളെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും നീ ചേർക്കേണമേ. നമ്മുടെ ഉമ്മാക്ക് ദീർഘായുസ് പ്രാധാന്യം ചെയ്യണമേ. മാതാവിനെ സ്നേഹിക്കുന്നതിന്റെയും അനുസരിക്കുന്നതിന്റെയും പ്രാധാന്യം ഈ കഥ എത്രത്തോളം വ്യക്തമാക്കുന്നു, അല്ലേ? യഹ്യ ഇബ്നു ഷറഫ്, ഇമാം നവവി, വെള്ളം കൊണ്ടുവന്നിട്ടും ഉമ്മയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ കാത്തുനിന്ന ആ ക്ഷമയും സ്നേഹവും അദ്ദേഹത്തിന് ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനാകാൻ മാതാവിന്റെ പ്രാർത്ഥനയിലൂടെ കാരണമായി. ഉമ്മയുടെ കാൽക്കീഴിലാണല്ലോ സ്വർഗം. നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഈ കഥ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ.